ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിന് തലേ ദിവസം നമ്മളെ അറഫ നോമ്പിൻ്റെ അന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെയും പിറ്റേ ദിവസവും എല്ലാ വീഡിയോസും കൂടി കമ്പൈൻ ചെയ്തതാണേ. അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് പെരുന്നാളിനുള്ള വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറിയും ഒന്നിച്ച് ലിമാക്സ് എന്ന് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്കിൻ്റെ സ്പഞ്ച് ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കേക്ക് നമുക്ക് 1.5 കിലോ ആണ് കേട്ടോ വെയിറ്റ് വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ടോളായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൽ 4 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ടിന്ന് കുറച്ച് സൈസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ 5 ഇഞ്ചിൻ്റെ ഒരു ടിന്നും കൂടി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ ഒറ്റ ടിന്നേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ബാലൻസ് വന്ന ബാറ്ററി ഞാൻ 5 ഇഞ്ചിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 2 ലെയർ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ലെയേഴ്സ് കിട്ടുമല്ലോ. നോർമലി ഞാൻ 1.5 കിലോ വരുമ്പോൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് ചെയ്യൽ. ഹൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം 6 ഇഞ്ചിലും 4 ഇഞ്ചിലും ചെയ്യും കേട്ടോ. അപ്പോൾ കേക്കിനി ക്രം കോട്ട് ചെയ്ത് തുടങ്ങുക. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഈവനിങ്ങിലാണ് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നിട്ട് നോമ്പാണല്ലോ, നോമ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് തിരക്ക് പിടിച്ച ദിവസമാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെരുന്നാൾക്ക് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. പെരുന്നാൾക്ക് ഈവനിങ്ങിൽ കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ ഞാനിത് നേരത്തെ ക്രം കോട്ട് ചെയ്ത് കയറ്റിയാണ്. ഫൈനൽ കോട്ടും പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് ഒന്ന് ടൈം അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് നല്ല ടോളുണ്ടായിരുന്നു. കാരണം 6 ഇഞ്ചിലും 4 ഇഞ്ചിലാണല്ലോ. 4 ഇഞ്ചിൻ്റെ കേക്കൊക്കെ കുഞ്ഞി കേക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഹൈറ്റും കൂടി വരുമ്പോൾ കാണുമ്പോൾ 2 കിലോൻ്റെ ഒക്കെ ഒരു തൂക്കം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ഒന്ന് നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വന്നപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുള്ള പരിപാടികളാണ്. നമ്മൾ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കൂടെ എനിക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ പരത്താൻ ഒന്നുകൂടെ ഈസി ആയിരുന്നു. അപ്പോൾ പത്തിരിപ്പണി ഫുള്ളൊന്നും ആയില്ല കേട്ടോ ബാങ്ക് കൊടുത്തപ്പോക്കിന്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കറി ബാക്കി പത്തിരി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പത്തിരി ഉണ്ടാക്കിയത്. പെരുന്നാൾക്ക് രാവിലെ നമ്മൾ ബാക്കി പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്ക് നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആദ്യം ഞാൻ ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തിനുള്ള പെരുന്നാൾക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്യലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കേക്കിൻ്റെ കാര്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കസ്റ്റമർ നമ്മളടുത്ത് ആദ്യം ഒരു ഫോണ്ടൻറ്റിൻ്റെ ഹെവി വർക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് ഫോണ്ടൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റ് ആവുമായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് ഫോണ്ടൻ്റ് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ലാസ്റ്റ് ചേഞ്ച് ചെയ്തു. ഇനി നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈറ്റ് ക്രീം വെച്ച് ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ പെരുന്നാളിൻ്റെ രാവിലെയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മൾ ബാക്കി കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് അവിടെ റെഡി ആവുന്നുണ്ട്. ഇനി നമ്മളിവിടെ പായസമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ കാരമൽ ചെയ്തിട്ടാണ് പായസം ചെയ്യണത്. ഇതിപ്പോൾ പെപ്പർ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് പള്ളിയിൽ നിന്ന് നേരെ ഇക്കാക്കാർ എല്ലാവരും ഇവിടെയാണ് കേട്ടോ വരിക. ആദ്യം ഇവിടെ വന്നിട്ട് ഉമ്മാനെ കണ്ടിട്ട് പോയതിന് ശേഷം എല്ലാവരും ആദ്യം ഇവിടെ എത്തുക, എന്നിട്ടേ അവരൊക്കെ അവരെ വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ പായസമൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവർ വന്ന പാടനെ പായസം കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോഴേക്കും ഞാനൊക്കെ ഒന്ന് കപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പായസം ഓരോരുത്തരായിട്ട് കുടിച്ചു പോയി. ഇനിയിപ്പോൾ അല്ലുവിനൊന്ന് ഡ്രസ്സ് മാറ്റി കൊടുത്ത് ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ ബാക്കി വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 ടൈമിലാണ് ഞാനിപ്പോൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നത്. കേക്ക് നല്ല ടോളാണ് കേട്ടോ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കിലോൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്ര ഹൈറ്റിൽ 1.5 കിലോ ചെയ്യണത്. ഇനി കേക്ക് സെറ്റ് ചെയ്യുക. കേക്കിനിപ്പോൾ ലാസ്റ്റ് അവർ നമ്മളെ ഇഷ്ടത്തിന് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കേട്ടോ. കാരണം ഫംഗ്ഷൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. പെരുന്നാളായതുകൊണ്ട് അവരെ വീട്ടിൽ ചെറിയൊരു പരിപാടി ആക്കി എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനിവിടെ കൂടുതൽ സ്റ്റിക്കർ വർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഒന്നുകൂടെ ഈസി. ഈ പെരുന്നാൾ വർക്കിൽ ഇനിയിപ്പോൾ ഫോണ്ടൻറ്റ് ചെയ്യാനുള്ള ടൈമില്ല, അവർക്കിനി ഫോണ്ടൻറ്റ് വേണ്ടാന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ കുറച്ച് ബോൾസും കുറച്ച് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ നമ്മളെ അടുത്ത് കറക്റ്റ് തീമൊന്നും പറഞ്ഞിട്ടില്ല. ഡ്രസ് തീമിൽ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇത് അവരെ ബർത്ത്ഡേ നടക്കുന്ന കുട്ടിയുടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നൈറ്റിലാണ് കേട്ടോ ബർത്ത്ഡേ പ്രോഗ്രാം. അപ്പോൾ അവർക്ക് ഈവനിങ്ങിൽ വന്നിട്ട് കേക്ക് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേക്ക് നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞിട്ടും കേക്ക് അവർ കൊണ്ടുപോയത് രാത്രി ഒരു 8:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈവനിങ്ങിൽ നേരത്തെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ രാവിലെ പോകാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാവരും കൂടിയും പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കണ തിരക്കിലാണ് കേട്ടോ. രണ്ടാം പെരുന്നാൾക്ക് നമുക്കിനി നൈറ്റിൽ ഇവിടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ പോവാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കവിടെ നിൽക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിടന്നിട്ട് രാവിലെ രണ്ടാം പെരുന്നാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലെ നമ്മൾ പോയിട്ടാണ്. അപ്പോൾ ഞാനും അല്ലു അബിയും കൂടി ആദ്യം പോയി. ഇക്കു പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമിൽ ഉച്ചക്കാണ് കേട്ടോ അവിടേക്ക് വന്നത്. അപ്പോൾ ഉച്ചക്കാണ് ഞങ്ങൾക്ക് വീട്ടിൽ പെരുന്നാൾ, രണ്ടാം പെരുന്നാൾക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോകിന്. അപ്പോൾ അവിടെ വന്നിട്ട് ഗേറ്റ് തുറന്നു തന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണല്ലോ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ തത്തനെ ഇവിടെ പുറത്ത് സീറ്റ് ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ വന്നതാണല്ലോ, ഞങ്ങൾ വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ തത്തനെ കാണാനായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവന് തത്തൻ്റെ വീടാണത്. അപ്പോൾ ഇനിയിപ്പോൾ അവന് വന്നു കഴിഞ്ഞാൽ ഇനി പോവോളം തത്തക്ക് ഓരോന്ന് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ അവനിക്കിവിടെ പൈനാപ്പിളും അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ അവിടെ തത്തക്ക് കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട്, പക്ഷേ ആൾക്ക് തത്തനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞങ്ങളൊരു ഫോട്ടോഷൂട്ടാണേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോക്കിന് ഇവിടെ ഇപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇവിടെ പായസം റെഡിയാവുന്നുണ്ട്, പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മട്ടൻ കപ്സയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം റെഡിയായിട്ട് അവരെല്ലാവരും വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഒന്ന് പ്ലേറ്റിലാക്കണേ. അപ്പോൾ മന്തി ഇവിടെ വലിയൊരു ട്രയലെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോയി. ഞാൻ പിന്നെ നൈറ്റിൽ ഒരു 7 ടൈമിലാണ് കേട്ടോ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇക്കു പിന്നെ ഫുഡ് കഴിച്ചിട്ട് അപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഈദ് വ്ളോഗ്.